ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് എന്തായാലും കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ വന്നു എന്ന് എന്തായാലും ഞാൻ നോക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു, AC മിലാൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്നൊരു പാക്കാന്ന് തോന്നുന്നു. ഓക്കെ, മാനുവൽ ന്യൂയറിന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ മാനുവൽ ന്യൂയറിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ AC മിലാൻ്റെ ആനിവേഴ്സറി വന്നിട്ടുണ്ട്. 125ാമത്തെ ആനിവേഴ്സറിയാണ് ഗൈസ്. പക്ഷേ ഇവന്മാർ ആനിവേഴ്സറി ആയിട്ട് നമുക്ക് ഉപകാരമുള്ള ഒരു സാധനം പോലും ഇവന്മാർ നമുക്ക് കൊണ്ടുവന്നിട്ടില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. കുറേ ബാഡ്ജും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തരുന്നുള്ളൂ. അതെന്തിനാണെന്ന് എനിക്കറിയില്ല ഗൈസ്. കുറച്ച് ഫ്രീ ട്രൈയും കുറച്ച് കോയിനും തന്നറിഞ്ഞ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഗൈസ്. ഇത് കുറേ ബാഡ്ജ് വന്നിട്ടുണ്ട്, എന്തിനാന്ന് പോലും അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കിമ്മിച്ചിനെ കിട്ടും ഗൈസ്. കിമ്മിച്ചിൻ്റെ കാർഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മെക്കാനും വീണ്ടും കമ്മിങ് സൂണാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ ഒബ്ജക്റ്റീവിനകത്ത് പറയാനുള്ളൂ. പിന്നെ നമുക്കൊരു 100 കോയിൻ കിട്ടാനുണ്ട് ഗൈസ്. ആ 100 കോയിൻ കാണുന്നില്ല ഇതിനകത്തുണ്ട്. ഇല്ല ഗൈസ്, ഞാൻ 100 കോയിൻ ഇതിനകത്ത് കാണുന്നില്ല. അതിന് അടുത്ത വ്യാഴാഴ്ചയാണ് ഇനി വരുള്ളൂ 100 കോയിൻ, എനിക്കറിയില്ല. അപ്പം നമുക്ക് എന്തായാലും അടുത്ത കാര്യത്തിലേക്ക് പോകാം ഗൈസ്. അടുത്തത് നമ്മുടെ പാക്കാണ്. പാക്ക് ഏതൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ പാക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ AC മിലാൻ്റെ പാക്ക് വന്നെടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ബരേസി ഉണ്ട്, പിന്നെ വേറെ 2 പ്ലേയേഴ്സും ഉണ്ട് ഗൈസ്. അപ്പോൾ ബരേസിക്ക് വേണ്ടി മിക്കവാറും കുറേ പേരൊക്കെ കറക്കുമായിരിക്കും. ബരേസിയുടെ ഒരു നല്ല കാർഡാണെന്ന് തോന്നുന്നു. ഡബിൾ ബൂസ്റ്ററാണ് ഗൈസ്, ഫസ്റ്റ് ഡബിൾ ബൂസ്റ്ററാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദിഗാണ്. പ്ലെയർ ഓഫ് ദിഗിനകത്ത് നോക്കുകയാണെങ്കിൽ കിട്ടാൻ പ്ലെയർ ഓഫ് ദിഗിനാണ് ഗൈസ് വന്നേക്കണേ. നമ്മുടെ മുഷ്യാല ഉണ്ട് ഗൈസ്. മുഷ്യാല സെൻറ്റർ ഫോർവേഡ് ഗോൾ പോച്ചറായിട്ടാണ് ഗൈസ് വന്നേക്കണേ. അപ്പോൾ നല്ലൊരു കാർഡാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ റിയൽ മാഡ്രിഡിൻ്റെ ഗുല്ലറുണ്ട്. അപ്പോൾ ചെക്കനും കുഴപ്പമില്ലാത്ത കാർഡാണെന്ന് തോന്നുന്നു. പിന്നെ വേറെ ആരാണ് ഗൈസ്? വേറെ നമ്മുടെ ഗ്രീസ്മാനൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനത്തെ കുറച്ച് കാർഡ്സൊക്കെ വന്നിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദിക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. പിന്നെ വേറെ വന്നേക്കണ പാക്ക് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ എന്ന് പറഞ്ഞൊരു പാക്ക് വന്നിട്ടുണ്ട് ഗൈസ്, നമ്മുടെ നാഷണൽ ടീമിൻ്റെ. അതിനകത്ത് നമ്മുടെ നിക്കോ വില്യംസൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ കറക്ക് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും കോയിൻ വീണ്ടും സേവ് ചെയ്യാണ്. നമ്മുടെ ഈ റുമിനിക്കിൻ്റെ പാക്ക് പോണേക്ക് മുമ്പ് എന്തായാലും കറക്കണം ഗൈസ്. കിട്ടുമെന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ കറക്കി നോക്കണം. കോയിൻ ആയിട്ടില്ല ഗൈസ്, 152 കോയിനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോകണമെങ്കിൽ ഗൈസ്. നമ്മുടെ പ്ലെയർ ഓഫ് ദിഗിൻ്റെ ഫ്രിസ്മിൻ ഇതെന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാച്ച് കളിക്കുമ്പോൾ നമ്മുടെ ഒപ്പോണൻ്റായിട്ട് വരുന്നത് AC മിലാനിലെ എല്ലാ എപ്പിക്കിനെയും വെച്ചിട്ടുള്ളൊരു ഒപ്പോണൻ്റാണ് ഗൈസ് വരുന്നത്. അപ്പോൾ അതാണ് സംഭവം. അത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ സംഭവം കിട്ടും. പിന്നെ ഇത് കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിമ്മിച്ചിൻ്റെ കാർഡ് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഓക്കെ, ഇത് കളിക്കണം എന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ നമ്മുടെ ഫ്രീ സ്പിൻ കിട്ടുന്നത് ഇതിനകത്താണ്. ഇറ്റാലിയൻ ക്ലബിനകത്താണ് നമ്മുടെ പ്ലെയർ ഓഫ് ദിൻ്റെ ഫ്രീ സ്പിൻ കിടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ മാച്ചിനകത്ത് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ കോയിൻ്റെ മാച്ച് വന്നിട്ടുണ്ടോ എന്നറിയില്ല. 50 കോയിൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതിനകത്താണ് ഗൈസ്, ഇതിനകത്തൊരു 50 ക്ലബ് കോയിൻ ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ എന്തായാലും കളിച്ചെടുക്കുക ഗൈസ്. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല ഗൈസ്. AC മിലാൻ്റെ ക്യാമ്പയിനായിട്ട് അവന്മാരൊരു നല്ല റിവാർഡ് പോലും അതിനകത്തൊന്നും തരുന്നില്ല. ഭയങ്കര അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്ലെയർ ഓഫ് ദിൻ്റെ ഫ്രീ സ്പിൻ നമ്മളെന്തായാലും കളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കറക്കിയിട്ട് തരാം ഗൈസ്. അതിനകത്ത് കുറച്ച് ടാർഗറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഗൈസ്. അതിനകത്ത് നിന്ന് ഇനിയിപ്പോൾ ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല. കൊനാമി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് എൻ്റെ ടാർഗറ്റ് ഞാൻ പറയാം ഗൈസ്. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് മുഷ്യാല തന്നെയാണ് ഗൈസ്. മുഷ്യാലയാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. സെൻറ്റർ ഫോർവേഡാണ് വന്നേക്കണേ. അതുകൊണ്ട് തന്നെ മുഷ്യാലിന് ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. കിട്ടുമല്ലോ എന്നറിയില്ല ഗൈസ്. ഗോൾ പോച്ചറാണ്, കളിപ്പിച്ച് നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അറിയില്ല കിട്ടുമല്ലോ എന്നറിയില്ല. അപ്പോൾ ഒരാൾ മുഷ്യാലാണ്, രണ്ടാമത്തെ ആൾ ഗുല്ലറാണ് ഗൈസ്. അപ്പോൾ ഗുല്ലറിൻ്റെ ഒരു കാർഡ് എൻ്റെ ഓൾറെഡി ഉണ്ട് ഗൈസ്. അതെങ്ങാണ്ട് 96 റേറ്റ് എങ്ങാണ്ടാണ് കയറണുള്ളൂ. പിന്നെ അടുത്ത ടാർഗറ്റ് ഗ്രീസ്മാനാണ് ഗൈസ്. ഗ്രീസ്മാനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗോൾ പോച്ചറായിട്ടാണ് ഗൈസ് ഈ പ്രാവശ്യം കാർഡ് കൊണ്ടുവന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ സാൻജോ പോളിഫിക് വിങ്ങറാണ്. സാൻജോനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കറക്കി നോക്കാം. അപ്പോൾ എനിക്ക് മെയിൻ ടാർഗറ്റ് മുഷ്യാലാണ് ഗൈസ്. മുഷ്യാലിന് കിട്ടണമെന്നാണ് ആഗ്രഹം. കിട്ടുമല്ലോ എന്നറിയില്ല. ഞാൻ എന്തായാലും സ്പിന്നെടുത്ത് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഹെർ വി ഗോ. ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ്. പിന്നെ ബെറേസിയുടെ എപ്പിക് പാക്കൊക്കെ കറക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും റുമിനിക്കിൻ്റെ പാക്ക് എനിക്ക് കറക്കണം എന്നുണ്ട്, കറക്കി നോക്കണം, കിട്ടുമെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഇത് ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേടി കിടക്കുന്ന പ്ലെയർ ആയാൽ മതിയായിരുന്നു ഗൈസ്. ഇതാരാണ്? ഇറ്റാലിയൻ ലീഗ്. ഗൈസ് തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇവന്മാർ. അപ്പോൾ നമുക്ക് ഇത് ഏതാണ് അത് ഗൈസ്? ഏതൊരു പ്ലെയറിനെ കിട്ടി നമുക്കിത്? ഏറ്റവും അവസാനം കിടക്കുന്ന പ്ലെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് റോയിലുള്ള പ്ലേയേഴ്സിനെ തരാൻ പറയുമ്പോൾ ലാസ്റ്റ് റോയിലുള്ള പ്ലേയേഴ്സിനെ തരുന്ന കൊനാമിയുടെ മനസ്സ് ആരും കാണാതെ പോകരുത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഹോൾ പ്ലെയർ ആണ് ഗൈസ്, പക്ഷേ എനിക്ക് ആവശ്യമില്ല ഗൈസ്, കാരണം എനിക്ക് വേറെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്, എനിക്ക് ആവശ്യമില്ല. അപ്പോൾ അതങ്ങനെ തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ പരിപാടി അങ്ങ് തീർന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് വീഡിയോ. അപ്പോൾ ലാസ്റ്റ് റോയിന്നാണ് എനിക്ക് കിട്ടിയത് ആ പ്ലെയറിനെ. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ളു ഗൈസ് വീഡിയോ. ബൈ ഗൈസ്, ബൈ ബൈ.